ഹായ് കാറ്റ്സ്വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വന്ന് നിൽക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻ്റെ ഒരു ക്ലാസ്മേറ്റും കൂടിയായ ഷമീർ എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിലാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ അത്യാവശ്യം ചെടികളുടെ അത്യാവശ്യം സെയിലും പിന്നെ അതിൻ്റെ തൈകൾ ഉണ്ടാക്കി കൊടുക്കലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഇന്ന് വന്നേക്കണത്. അപ്പോൾ ഇത് സ്ഥലം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലുവയിൽ നിന്ന് പെരുമ്പാവൂർക്ക് പോണ ട്രാൻസ്പോർട്ട് റൂട്ടിൽ മഞ്ഞപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ട്രാൻസ്പോർട്ട് റൂട്ട് 2 റൂട്ടുണ്ട്, പ്രൈവറ്റ് റൂട്ടും ഉണ്ട്, ട്രാൻസ്പോർട്ട് റൂട്ടും ഉണ്ട്. അതിൽ ട്രാൻസ്പോർട്ട് റൂട്ടിൽ മഞ്ഞപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ചെടിയുടെ വിശേഷങ്ങളും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഓണിമ, കലാത്തിയ, ബിഗോണിയ, കലേഡിയം ഐറ്റംസൊക്കെയാണ്. ഓൺലൈൻ സെയിലും ഉണ്ട്, വീട്ടിലുള്ള സെയിലും ഉണ്ട്. ഞാൻ ഷമീർ, എൻ്റെ വീട് പെരുമ്പാവൂർ മഞ്ഞപ്പെട്ടിയാണ്. ചെടിയുടെ സെയിൽ തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. ചെടിയുടെ കളക്ഷൻസ് നേരത്തെ മുതലുള്ളതാണ്. ഇവിടെ ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് അഗ്ലോണിമ, കലാത്തിയ, ബിഗോണിയ, കലേഡിയം ഐറ്റംസൊക്കെയാണ്. ഓൺലൈൻ സെയിലും ഉണ്ട്, വീട്ടിലുള്ള സെയിലും ഉണ്ട്. മിക്ക ആളുകളും ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഇങ്ങനെ ചെടി, പെറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളിലേക്കൊക്കെ ഇറങ്ങിയേക്കണേ. അതേപോലെ തന്നെ ഇറങ്ങിയതാണല്ലേ? അതെ, ആ ടൈമിലാണ് സെയിൽ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഇത് ചെടികളെയൊക്കെ പരിചയപ്പെട്ടെങ്കിലോ? ഇതൊക്കെ അഗ്ലോണിമ കളക്ഷൻസ് ആണ്. ഇത് ബിഗ്രോയി, ഇത് ബോക്സർ, ഇത് ലെഗസി, ഫ്രോസൺ, സുമാത്ര, അഗ്ലോണിമ സുമാത്ര. റെയർ ഐറ്റം ആണത്. ഇതിൻ്റെയൊക്കെ പേര് പഠിക്കണമെങ്കിൽ തന്നെ നല്ലൊരു സമയം വേണമെന്ന് തോന്നണല്ലേ? ഇതൊക്കെ എങ്ങനെ റേറ്റ് ഒക്കെ വന്നതാ? ബിഗ്രോയ്ക്കൊക്കെ നോർമൽ റേറ്റേ ഉള്ളൂ. ബോക്സർ, ലെഗസി ഒക്കെ ആകുമ്പോൾ ഒരു 200 സംതിങ് തുടങ്ങി തൈകളുണ്ട്. സുമാത്ര ഉണ്ടാവും 1000 തുടങ്ങി സ്റ്റാർട്ടിങ്. അഗ്ലോണിമ കൂടുതലും ഓൺലൈനാണ് സെയിൽ. ഇത് കലേഡിയം വെറൈറ്റി ആണ്, മിലിറ്ററി കലേഡിയം. മിലിറ്ററിയുടെ ഒരു കളർ ഉണ്ടായിരുന്നു. മിലിറ്ററി കലേഡിയം. ഇത് അലോക്കേഷ്യ. ഇതൊരു റെയർ പ്ലാന്റ് ആണ്, ആന്തോറിയ മാഗ്നിഫിക് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് നല്ല റേറ്റ് ഉള്ളതാണ്. ഇത് ഇത്രയും വലുതൊക്കെ നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇതിന്റെയൊക്കെ ചെറിയ ഇതിന്റെയൊക്കെ തൈകളാണ്. തൈകൾ എങ്ങനെ ഇവിടെ ഉണ്ടാക്കി വിൽക്കുന്നതാണ്? ഇവിടെ തന്നെ പ്രൊപ്പഗേഷൻ നടത്തി സെയിൽ ചെയ്യുന്നതാണ്. കേരളത്തിലെ എവിടേക്ക് വേണമെങ്കിലും കൊറിയർ ചെയ്യാം. ഓക്കേ, ഇതൊക്കെ അഗ്ലോണിമ കളക്ഷൻ ആണ്. ഇത് കംപ്ലീറ്റ് അഗ്ലോണിമ തന്നെയാണോ? ഇതെല്ലാം അഗ്ലോണിമയാണ്. ഓരോ വെറൈറ്റി ആണെന്ന് തോന്നുന്നില്ലേ? പേരൊക്കെ സെയിം തന്നെയാണോ? ഇല്ല, ഓരോ വെറൈറ്റിക്ക് ഓരോ പേരുകളാണ്. ഇത് പിങ്ക് ആണ്, ജയ്പോങ് പിങ്ക്. ഇത് സ്റ്റാർഡസ്റ്റ്. പേരാണ് നമുക്ക് കേൾക്കേണ്ടത്. ഇത് സൂപ്പർ വൈറ്റ്. ഇത് അഗ്ലോണിമ ട്രൈ കളർ ആണ്. ഇതൊക്കെ ചെറിയ റേറ്റ് കൂടിയായിട്ടാണ്, കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. റയർ പീസുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിളിക്കുക. ഓൺലൈനിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും. കേരളത്തിന് പുറത്തേക്കുണ്ടോ? ഉണ്ട്. കേരളത്തിന് പുറത്തേക്ക് ആയാലും കുഴപ്പമില്ല, കൊറിയർ സർവീസ് ഉള്ളതാണ്, കൊറിയർ ചെയ്ത് തരുന്നതാണ്. ഇത് ട്രൈ കളറാണ്. ഇത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെയൊക്കെ 2 ലീഫുള്ള ചെറിയ തൈകൾ അവൈലബിൾ ആണ് അവിടെ. അതൊക്കെ എങ്ങനെ റേറ്റ് വേണത്? അപ്പോൾ 2 ലീഫാണെങ്കിൽ 300, 350 ലീഫിൻ്റെ അനുസരിച്ച്. നമുക്ക് പുറത്തൊക്കെ അതിന് കൂടുതൽ റേറ്റ് വന്നല്ലേ അതൊക്കെ? ഇതിൻ്റെ ഇപ്പോൾ തൈകൾ കിട്ടാനില്ല അങ്ങനെ ഒരിടത്തും. നമ്മളിവിടെ പ്രൊപ്പഗേഷൻ നടത്തുന്നത് കൊണ്ടിട്ട്. ഇതെങ്ങനെ ഇപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് റേറ്റ് പറയണത്? അല്ല, എക്സ്ട്രാ കൊറിയർ ചാർജ്. ഓക്കെ, ഇതെല്ലാം ബിഗോണിയ കളക്ഷൻസ് ആണ്. ഇതല്ലേ ബിഗോണിയ എന്ന് പറയുന്ന സാധനം? ബിഗോണിയ. നമുക്ക് ചെടി കണ്ടിട്ടുണ്ടെങ്കിലും കറക്റ്റ് പേരുകൾ കറക്റ്റ് അറിയാൻ പാടില്ലായിരുന്നു. ഇതൊക്കെ അതിന്റെ ഓരോ വെറൈറ്റി ആണ്, ഓരോന്നിനും ഓരോ പേരുണ്ടോ? ഇല്ല, ഇതെല്ലാം
ബിഗോണിയയുടെ വ്യത്യസ്തമായ പേരുകളുണ്ട്, പക്ഷെ കൂടുതലും അഗ്ലോണിമയുടെ അത്ര അങ്ങോട്ട് അങ്ങനെ പറയുള്ളൂ. കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളെ ക്യാമറയിൽ അത്രയാണ് ഭംഗി ഇട്ടുള്ളെങ്കിലും നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അതൊക്കെ. ഇതൊക്കെയാണ് ഇപ്പൊ എല്ലാവരും മിക്ക ആളുകളുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് കലേഡിയം, ബ്ലാക്ക് കലേഡിയം. നേരത്തെ കണ്ടതിന്റെ ഒരു വെറൈറ്റി. മിലിറ്ററി. ഇത് വാട്ടറിലും നടാം, അല്ലാതെ നമുക്ക് സാധനം നടുന്ന പോലെ നടുകയും ചെയ്യാം. വെള്ളത്തിൽ നടാം, കംപ്ലൈന്റ് ഒന്നും വരില്ല. ബാക്കി സാധനങ്ങളോ? ഇതൊക്കെ ബ്രിക്കിംഗ് ആണ്. ഇതിങ്ങനെ വെരിഗേഷൻ വരുമ്പോഴാണ് ഇതിന് ലീഫിന് ഭംഗി വരുന്നത്. ഇപ്പൊ പണ്ടൊക്കെ ആളുകൾ ശരിക്കും പൂവുണ്ടാവുന്ന ചെടികളോടായിരുന്നു ആൾക്കാർക്ക്. ഇപ്പൊ അതൊന്നും അല്ല, കംപ്ലീറ്റ് ഇതുപോലെ ആയില്ലേ. ഇതാകുമ്പോൾ നമുക്ക് അകത്ത് വെക്കാം, ഇൻഡോർ ആയിട്ട് യൂസ് ചെയ്യാം. നനക്കലൊക്കെ 2-3 ദിവസം കഴിഞ്ഞ് മതി. ഒരുപാട് വളം വേണ്ട, ഒരുപാട് കെയർ വേണ്ട, കാണാനും ഭംഗിയാണ്. ഇത് ഫിറ്റോണിയാണ്. ഇത് കുറച്ച് പഴയ വെറൈറ്റി ആണ്. ഇതിന്റെ ഒരുപാട് വെറൈറ്റികൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഫിറ്റോണിയയുടെ വേറൊരു വെറൈറ്റി ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഈ സാധനം. നല്ല ഭംഗിയാണ് കിടക്കണ. അതിന് കെയറൊന്നും വേണ്ട. അതിന് ഇതെന്ത് സാധനമാണ്? അത് കാറ്റസിൽ പെട്ട. ഇത് നന്നായിട്ട് വലിപ്പം വെക്കും. വലിപ്പം വെക്കും. കലാത്തിയ. ഇതെല്ലാം കലാത്തിയയിൽ പെട്ടതാണ്. ഇത് മൊത്തം കലാത്തിയാണ്. വേറെ വെറൈറ്റി അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഇതിനധികം വെയിൽ പാടില്ല. അധികം വെയിൽ കൊണ്ടാൽ ഇല ഇങ്ങനെ ചുരുണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ടിട്ട് കുറച്ച് ഇവിടെ ഇങ്ങനെ വെയിലില്ലാത്ത സ്ഥലം നോക്കി വെച്ചതാണ്. വേറെ വെറൈറ്റി ഉണ്ട്. ഇത് എപ്പീസിയ വെറൈറ്റി ആണ്. ഇത് ഒരു റെയർ ആണ്. ഇതിന്റെ പേരെന്താണ്? എപ്പീസിയ. ഒരു വയലറ്റ് കളർ ഫ്ലവർ ആണ് ഇതും ഉണ്ടാവുന്നത്. ഇതൊക്കെ എപ്പീസിയയിൽ പെട്ടതാണ്. ലീഫ് നോക്കി കഴിഞ്ഞാൽ അറിയാമല്ലോ തോന്നുന്നല്ലേ. ആ ഒരു ഡിസൈൻ നല്ല ഭംഗിയായിട്ട് വരുന്നത്. ഇതൊക്കെ കൊടുക്കാനാണ് അത്? ഇതിൽ നിന്ന് തൈകളുണ്ട്. ഇതിന്റെ എല്ലാം തൈകളുണ്ട്. ഇതെല്ലാം അഗ്ലോണിമ പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ സെയിലിനുള്ളതാണ്. ഇത് 10 ക്യാരറ്റ്. ഇത് ഇത്തിരി കിട്ടാൻ ഇപ്പൊ ഇത്തിരി ബുദ്ധിമുട്ടാണ്. 10 ക്യാരറ്റ്. ക്യാരറ്റിന്റെ തൈയൊക്കെ ഇവിടെ ഉണ്ട്, അവൈലബിൾ ആണ്. ഈ സെക്ഷനിൽ കംപ്ലീറ്റ് സെയിലിനുള്ളതാണ്. ഇതൊക്കെ ഏത് ഐറ്റം? ഇതൊക്കെ അഗ്ലോണിമയുടെ നാരോ ലീഫ്, ഹെങ്ഹോങ്, ബോക്സർ, എമറാൾഡ്. ഇത് അഗ്ലോണിമയുടെ ബാർബി റെഡ് ആണ്. സൂപ്പർ, നല്ല അടിപൊളി കളറാണ്. അതൊരു പ്ലാന്റ് നട്ടാൽ തന്നെ നല്ല ഭംഗിയായിരിക്കും. ഇതൊക്കെ നമ്മൾ കൊറിയർ ചെയ്യുമ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേനും ഇതേ രൂപത്തിൽ തന്നെ കിട്ടും. അഗ്ലോണിമൊക്കെ നല്ല കംപ്ലൈന്റ് വരില്ല. ഇതെല്ലാം കലേഡിയം, സെയിലിനുള്ള കലേഡിയാണ്. ഇതെല്ലാം കലേഡിയം വെറൈറ്റി ആണ്. 2-3 വെറൈറ്റി കലേഡിയം ഇപ്പൊ അവൈലബിൾ ആണ്. 2-3 കളർ ചേഞ്ചുകൾ വെക്കണ്ടില്ലേ? യെല്ലോ ഒക്കെ നല്ല ഭംഗിയുണ്ടല്ലോ. യെല്ലോ ഒക്കെ നല്ല റേറ്റ് കൂടുതലായിരിക്കും തോന്നുന്നല്ലേ അതിന്? റേറ്റ് ചെറിയ പ്ലാന്റ് ആവുമ്പോൾ 150 തുടങ്ങി 250 വരെ. ഇത് കലാത്തിയയുടെ സെയിലിനുള്ള പ്ലാന്റ്സ് ആണ്. ഇത് 80 രൂപ തുടങ്ങി അവൈലബിൾ ആണ്. കലാത്തിയകള് എല്ലാം കലാത്തിയ. ഇതിന്റെ ഇപ്പൊ നിലവിൽ സെയിൽ നടക്കുന്നത് എങ്ങനെയാ? ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയാണോ? ഫേസ്ബുക്കിലും ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. അതായത് വാട്സപ്പില് പ്ലാന്റ്സിന്റെ മാത്രം ഗ്രൂപ്പുകളുണ്ട്, അതില് സെയിലുണ്ട്. നേരിട്ട് വന്ന് വാങ്ങിക്കണവര് കുറവാണോ? ഉണ്ട്. നമ്മള് പോസ്റ്റ് ഇടുമ്പോൾ ചാറ്റ് ചെയ്യുമല്ലോ, ചാറ്റ് ചെയ്യുമ്പോൾ പെരുമ്പാവൂര് ഇവിടെ അടുത്തുള്ളവരൊക്കെ വന്ന് മേടിക്കും. ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ വാങ്ങിക്കാം. നമ്മൾ ആലുവയിൽ നിന്ന് പെരുമ്പാവൂര് ട്രാൻസ്പോർട്ട് റൂട്ടാണ്. പെരുമ്പാവൂർക്ക് പോകുന്ന ട്രാൻസ്പോർട്ട് റൂട്ടിൽ മഞ്ഞപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇത് ബിഗോണിയ കേട്ടോ. ബിഗോണിയുടെ സെയിലിനുള്ള പ്ലാന്റ്സുകളാണ്. ഇതൊക്കെ ഇവിടെ തന്നെ തൈ ഉണ്ടാക്കി ഇവിടെ തന്നെ ഹോം ബ്രീഡ് ചെടികളാണ് ഇപ്പൊ. അത് അലോക്കേഷ്യ. ഇതൊക്കെ അലോക്കേഷ്യ
വെറൈറ്റികളാണ് അതെല്ലാം. ഇതിന്റെ കൊടുക്കാനുള്ള തന്നെ അതെല്ലാം സെയിലിനുള്ളതാണ്. ഇത് ബ്രിക്കിംഗ് ആണ്. ഇവിടെ ഇരിക്കുന്നത് മൊത്തം സെയിലിനുള്ളതാണ്. അപ്പൊ ആവശ്യക്കാരൊക്കെ പെട്ടെന്ന് വിളിച്ചോ. കുറെ പീസുകളുണ്ട് കേട്ടോ, ഇവിടെ അപ്പുറത്തൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഈ ബിഗോണിയയുടെ ഒക്കെ പ്ലാന്റ്സ് ശരിക്കും നമ്മൾ ചെറിയ തൈകൾ ഉണ്ടാക്കുന്നത് അതിന്റെ ലീഫ് വെച്ചിട്ടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്, അതൊന്ന് പറയാമോ? അങ്ങനെയാണെങ്കിൽ അത് കാണിച്ചു തരാൻ പറ്റുമോ? ഓക്കെ. ബിഗോണിയയുടെ ഒരു ലീഫ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നടുഭാഗം മണ്ണിൽ മുട്ടാൻ കണക്കാക്കി ഇങ്ങനെ വെക്കാം. മണ്ണ് കുറച്ച് വളമുള്ളതായിരിക്കണം. എന്നിട്ട് നടുഭാഗം എന്താ മണ്ണിൽ കുത്തി വച്ചാൽ മതി. വച്ചാൽ മതി. അപ്പോൾ അതേ കണ്ടോ, നമ്മൾ അങ്ങനെ ചെയ്തിട്ടാണ് ഇതൊരു 2 ആഴ്ച കഴിയുമ്പോൾ തുടങ്ങി നമുക്ക് അതിന്റെ റിസൾട്ട് വന്നു തുടങ്ങും. ലീഫ് പ്രൊപ്പഗേഷൻ ആണ്. ഇതിപ്പോ 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ളൂ. മുളച്ചു തുടങ്ങിയിട്ടുള്ളൂ. ഇതൊക്കെ 1 മാസം ആയതാണ്. ഈ ലീഫ് വയ്ക്കുമ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ തൈകള് കിട്ടും. 5 or 6 തൈകൾ കിട്ടും. ഇത് ഒരു ലീഫിൽ നിന്നാണ് ഇത്രയും തൈകള് വന്നിരിക്കുന്നത്. ഇതെല്ലാം ദേ കണ്ടോ, ലീഫ് അടിയിൽ ലീഫ് ഇരിക്കുന്നുണ്ട് അതിന്റെ, അതിൽ നിന്ന് വന്നിരിക്കുന്ന തൈകളാണ് ഇതെല്ലാം. ഇതൊക്കെ മിനിയേച്ചർ ടൈപ്പ് ബിഗോണികളാണ്. ഇല്ല, വലുതാകും. ഇതൊക്കെ റെക്സ് ബിഗോണിയാണ്. ഇതെല്ലാം ലീഫ് വെച്ചിട്ട് റെഡിയാക്കിയിരിക്കുന്നതാണ്. ഇതിങ്ങനെ ഒരു പിടിച്ച് ലീഫ് അവിടെ റെഡി ആയി കഴിയുമ്പോഴേണ്ട ചെറിയ ചെറിയ ഇതുപോലെ വരുന്നുണ്ട്. വേര് വന്ന് അത് പിന്നെ ലീഫായിട്ട്. പണ്ടത്തെ ചെടികളല്ലേ? പണ്ടത്തെ ചെടികളുടെ ഇപ്പോഴത്തെ വെറൈറ്റികളാണ് ഇതൊക്കെ. പോട്ടിലാവുമ്പോഴും ഇങ്ങനെ അത്ര ആവുള്ളൂ. മറ്റേ യൂഫോർബിയ അല്ലേ? യൂഫോർബിയ അതിപ്പോഴും നല്ല പുലിയായിട്ട് വെക്കണ്ട, നല്ല കളറില്. കൊറേ പേരെടുത്ത് കളഞ്ഞ് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതെന്താണ് യെല്ലോ? ഇത് ഒരു ഇലച്ചെടിയാണ്. പ്രത്യേകിച്ച് പേരൊന്നുമില്ല അല്ലേ? അത് കണ്ണാടി ചെടി എന്ന് പറയും. ഇത് കടീനിയാണ്. അത് നമ്മള് ഇവിടെ തൈ ഉണ്ടാക്കണ്ട അതിന്റെയൊക്കെ? അത് തന്നെ മുളച്ചു തന്നെയാണോ തൈ? അല്ല, നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിന്റെ വിത്ത് പാവി മുളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചെടികളൊക്കെ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിളിച്ച്, കേരളത്തിൽ മാത്രമല്ല കേരളത്തിൻ്റെ പുറത്തേക്കും കൊറിയർ സർവീസ് ഉണ്ട്. അപ്പോൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊറിയർ ചെയ്തു തരും. നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട്, വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.